ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വൻ ട്വിസ്റ്റുണ്ടായ ദിവസമാണ് ഇന്ന്. കഴിഞ്ഞ 3 മാസമായി നടക്കുന്ന അന്വേഷണം, അതിലുയരുന്ന പല വിധത്തിലുള്ള ചോദ്യങ്ങൾ, അതിലൊരു ചോദ്യത്തിന് ഉത്തരമാകുന്നു എന്ന തരത്തിൽ വേണം നമ്മൾ ഇന്നത്തെ ദിവസത്തെ കാണാൻ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര് അറസ്റ്റിലായിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് രാവിലെ മുതൽ തന്ത്രിയെ കസ്റ്റഡിയിലെടുത്തിരുന്നു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഏതാണ്ട് ഉച്ചയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം, ഉച്ചയ്ക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേരത്തെ മുതൽ തന്ത്രിയുടെ ഇടപെടൽ സംശയാസ്പദമായിരുന്നുവെങ്കിലും ഇന്നാണ് അന്വേഷണ സംഘം തന്ത്രിയിലേക്ക് എത്തുകയും അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ള കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തു എന്നൊരു സുപ്രധാന നടപടി കൂടി ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലേറ്റവും ആദ്യം നമ്മൾ പോകുന്നത് തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം നടക്കുമ്പോൾ അറസ്റ്റിന് മുൻപ് തന്നെ പത്മകുമാർ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു വാക്കുണ്ട്: നമ്മൾ ദൈവതുല്യം കാണുന്ന പലരും ഇതിനകത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും തനിക്ക് എന്ന ഒരു ചോദ്യമാണ് പത്മകുമാർ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ഒരു ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. നമുക്കറിയാം, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് പത്മകുമാർ. അറസ്റ്റിലായിട്ട് ദിവസങ്ങളേറെയായിരിക്കുന്നു. അദ്ദേഹം ഇപ്പോഴും അകത്താണ്. അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് എന്താണ് എന്നതൊക്കെ വലിയ സംശയമായി നിൽക്കുന്ന സാഹചര്യം തന്നെയാണ്. പക്ഷേ അദ്ദേഹം അന്ന് ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം അന്നു മുതൽ തന്നെ വലിയ ചർച്ചയാണ്. ആരാണ് ഈ ദൈവതുല്യർ എന്ന സംശയവും ചോദ്യവും അന്നു മുതൽ ഉയർന്നു കേൾക്കുന്നു. അതിന്റെ ഉത്തരമാണോ ഇന്നുണ്ടായിരിക്കുന്നത് എന്നതാണ് തന്ത്രിയുടെ അറസ്റ്റ് ഉണ്ടാകുമ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ആ ദൈവതുല്യർ എന്ന് ഉദ്ദേശിച്ച വ്യക്തി ഈ തന്ത്രി തന്നെയാണോ എന്ന സംശയം ബലപ്പെടുകയാണ്. അതോ ഇതിനുമപ്പുറം ആരെങ്കിലും വലിയ ആളുകൾ ഇനിയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യം ഉയരുന്നു. എന്തായാലും തന്ത്രിയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പത്മകുമാർ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള സംശയമുന നീണ്ടത് ദൈവതുല്യർ എന്ന വാക്ക് പ്രയോഗിക്കുമ്പോൾ ആദ്യം തന്നെ തന്ത്രിയിലേക്കാണ് ആ സംശയം നീണ്ടിരുന്നത്. SIT ഇതുമായി ബന്ധപ്പെട്ട് തന്ത്രിയിൽ നിന്ന് വിവരങ്ങൾ തേടുകയും പ്രാഥമിക വിവരശേഖരണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമെന്താണ്, എങ്ങനെയാണ് പരിചയം എന്നീ കാര്യങ്ങളിലാണ് പ്രധാനമായും തന്ത്രിയിൽ നിന്ന് SIT വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത്. ഈ SITയെ തന്ത്രി കണ്ടതിനു ശേഷം പുറത്തു വരുമ്പോൾ മാധ്യമങ്ങൾ തന്ത്രിയോട് ചോദിച്ചു, ദൈവതുല്യർ ആരാണ്, എന്താണ് അറിയാവുന്നത് എന്ന കാര്യം ചോദിച്ചിരുന്നു. അപ്പോൾ തന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞ പ്രതികരണം ഒന്ന് കേൾക്കാം. നമുക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഉണ്ണികൃഷ്ണൻ പറ്റി അവിടെ വർക്ക് ചെയ്ത ആളല്ലേ, എനിക്കറിയായിരിക്കും. ഞാനല്ല കൊണ്ടുവന്നത്, അതൊക്കെ SITയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുന്നു. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ ഒക്കത്തില്ല. അത് ഞാനെങ്ങനെ അറിയാനാ? ദൈവതുല്യന എത്രയോ പേരുണ്ട്. ദൈവതുല്യരായിട്ടുള്ളവർ എത്രയോ പേരുണ്ട്, അത് താൻ എങ്ങനെ അറിയാനാണ് എന്നൊരു ചോദ്യമാണ് അന്ന് SIT വിവരങ്ങൾ തേടിയതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ കണ്ഠരര് രാജീവര് മറുപടിയായി പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമെന്താണ്, അതാണ് പ്രധാനമായും തന്ത്രിയിൽ നിന്ന് അന്വേഷണ സംഘം തേടിയത്. എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയം, ഈ വിവരങ്ങൾ SIT ചോദിച്ചിരുന്നു. ഇത്തരം വിവരങ്ങൾ അറിയുന്നതിനായാണ് തങ്ങളെ വിളിച്ചു വരുത്തിയത് എന്നത് തന്ത്രിമാരും സ്ഥിരീകരിച്ചിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിച്ചു, തങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ കൈമാറി എന്നതാണ് അന്നവർ മാധ്യമങ്ങളോട് പറഞ്ഞത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ചോദിച്ച കാര്യം ദൈവതുല്യർ ചോദിക്കുമ്പോൾ അങ്ങനെ എത്രയോ പേരുണ്ട് എന്ന ഒരു കാര്യം മറുപടിയാണ് കണ്ഠരര് രാജീവര് മറുപടിയായി പറഞ്ഞത്. അറിയാവുന്ന കാര്യങ്ങളൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു എന്ന് പറഞ്ഞു. പോറ്റിയെ അറിയാം എന്നത് മാധ്യമങ്ങൾക്ക് മുന്നിലും കണ്ഠരര് രാജീവര് സ്ഥിരീകരിച്ചതാണ്. അത് അവിടുത്തെ ഒരു ജീവനക്കാരനാണ്, അവിടെ ഉള്ള ആളാണ്, അതുകൊണ്ട് അറിയാം എന്ന കാര്യമാണ്
തന്ത്രി അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ കൊണ്ടുവന്നത് താനല്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവർ തന്ത്രിയും പോറ്റിയും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു. മാത്രവുമല്ല, ഈ പോറ്റിയെ അവിടെ കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് തന്ത്രിയാണ് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ SITക്ക് ലഭിച്ചിരുന്നു. ഏതാണ്ട് 2007 മുതൽ ഉള്ള ബന്ധം ഇതുമായി ബന്ധപ്പെട്ട് തന്ത്രിക്കും പോറ്റിക്കും ഇടയിലുണ്ട്, അല്ലെങ്കിൽ അന്ന് മുതൽ തന്നെ പോറ്റിയുടെ സാന്നിധ്യം ശബരിമലയിലുണ്ട് എന്നതാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര വർഷം, എത്ര കൊള്ള, എന്തൊക്കെ നടന്നു എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ വേണ്ടിവരുന്ന ഒരു മുഹൂർത്തം കൂടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് SIT എന്തൊക്കെ വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നു എന്നത് വളരെ നിർണായകമാണ്. ഇന്ന് രാവിലെയാണ് എന്തായാലും തന്ത്രിയെ കസ്റ്റഡിയിലെടുത്തത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ നടന്നു എന്നതാണ് മനസ്സിലാകുന്നത്. വളരെ തന്ത്രപരമായി, വളരെ രഹസ്യമായാണ് SITയുടെ ഈ നീക്കം ഉണ്ടായത്. അറസ്റ്റ് ഉച്ചയ്ക്ക് ശേഷം രേഖപ്പെടുത്തി. അറസ്റ്റിന് ശേഷം കണ്ഠരര് രാജീവര് ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചിരിക്കുന്നു. വളരെ രഹസ്യമായാണ് തന്ത്രിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് അറസ്റ്റ് വരെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം നീക്കിയിരിക്കുന്നത്. നേരത്തെ മുതൽ തന്ത്രിയുടെ ഇടപെടൽ സംശയാസ്പദമായിരുന്നുവെങ്കിലും അതീവ രഹസ്യമായ നീക്കം SIT നടത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. മാധ്യമങ്ങൾക്ക് പോലും യാതൊരു വിവരവും ചോർന്നു കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തന്ത്രപരമായ നീക്കമാണ് അന്വേഷണ സംഘം നടത്തിയതെന്ന് ഇതിലൂടെ വ്യക്തമാണ്. പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ പോലും തന്ത്രിയുടെ പങ്ക് മറച്ചുവെച്ചുകൊണ്ട് ഉള്ള നീക്കം SIT നടത്തിയിരുന്നു എന്ന് കൂടി മനസ്സിലാക്കണം. അതായത് ഒരു മുൻകൂർ ജാമ്യം തേടാനുള്ള സാഹചര്യം പോലും നൽകാത്ത വിധം തന്ത്രപരമായ നീക്കമാണ് SIT ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് DGPയോട് മാധ്യമങ്ങൾ സംസാരിച്ചപ്പോൾ SIT ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടത്തുന്നതെന്നും ശരിയായ ദിശയിലാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നുമാണ് DGP റവാഡ ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചത്. SIT നോക്കുന്നതാണ്. SIT being monitored, investigation is being monitored by the High Court. SIT is looking into the matter. Whatever evidence that come, they will go ahead like that. അതിന് SIT ഔട്ട്സൈഡ് ഹിയർ ഐ കുഡ് നോട്ട് ഗോ ടു പർട്ടിൻ ദേർ. ഡെഫിനറ്റ് ആയിട്ട് SITയുടെ യാതൊരു റിസ്ട്രിക്ഷനോ അങ്ങനെ ഒന്നുമില്ല. SIT is functioning under the supervision of the Honorable High Court of Kerala. Actually, he came from outside and he was arrested here because the LOC against him. Yes. എന്തായാലും ഇതാണ് DGPക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. SIT അന്വേഷണം ശരിയായ ദിശയിൽ നീങ്ങുന്നു എന്നതാണ്. SITക്ക് തന്ത്രിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും SIT സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ഇന്നത്തെ അറസ്റ്റ് എന്ന കാര്യത്തിൽ സംശയമില്ല. തന്ത്രിയിൽ തീരുമോ അതോ ഇതിനും മുകളിലേക്ക് ആളുകളിലേക്ക് അന്വേഷണം എത്തുമോ എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. എന്തായാലും തന്ത്രിയുമായി ബന്ധപ്പെട്ട് SITക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ സംബന്ധിച്ച് ഉള്ള റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ്. പോറ്റിക്ക് അവസരമൊരുക്കി കൊടുത്തത് തന്ത്രിയാണ് എന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നതാണ്. പോറ്റി എങ്ങനെ ശബരിമലയിൽ എത്തി എന്നതാണ് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആരാണ് വഴിവെട്ടിയത് എന്ന ചോദ്യം. അതിന് തന്ത്രിയാണ് എന്ന ഉത്തരമാണ് അന്വേഷണ സംഘത്തിന്റെ ഈ 3 മാസം നീളുന്ന അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. പോറ്റി സ്വർണ്ണ തട്ടിപ്പ് നടത്തിയ വിവരം തന്ത്രിക്ക് അറിയാമായിരുന്നു എന്നുള്ള വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം ശബരിമലയെ സംബന്ധിച്ച് അവിടെ തന്ത്രി അറിയാതെ ഒന്നും നടക്കില്ല എന്നൊരു സാഹചര്യമുണ്ട്. എല്ലാത്തിനും തന്ത്രിയുടെ അനുമതി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈകഴുകാൻ തന്ത്രിയെ സംബന്ധിച്ചാകില്ല. അദ്ദേഹത്തിനെ പല ഘട്ടത്തിൽ പലരുടെ അറസ്റ്റിലും അദ്ദേഹത്തിലേക്ക് ചോദ്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുരാരി ബാബു താൻ എഴുതിയത് തിരുത്തി എന്നതൊക്കെ പറയുന്നത് വിശ്വസനീയമായിരുന്നില്ല. അതൊക്കെ കൊണ്ട് തന്നെ തന്ത്രി അറിയാതെ അവിടെ ഒന്നും നടക്കില്ല എന്നതാണ്. അപ്പോൾ പോറ്റി ഇവിടെ നേതൃത്വത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, തട്ടിപ്പ്, അതിനെക്കുറിച്ച് തന്ത്രിക്ക് അറിയാമായിരുന്നു എന്നതിന്റെ വിവരങ്ങൾ കൃത്യമായ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. തന്ത്രി നൽകിയ അനുമതികളിൽ 3 സംശയാസ്പദമാണ് എന്ന റിപ്പോർട്ടിലേക്കാണ് അന്വേഷണ സംഘം എത്തുന്നത്. അനുമതി എല്ലാത്തിനും നിർബന്ധമാണ് ശബരിമലയിൽ. അതുകൊണ്ട് തന്നെ തന്ത്രി അറിയാതെ അത് നടക്കില്ല എന്നതാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്ന നിഗമനം.
പുറത്തേക്ക് കൊണ്ടുപോകാൻ, ഈ സാധനങ്ങൾ സ്വർണം പൂശാൻ പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി കൊടുത്തിട്ടില്ല എന്നായിരുന്നു തന്ത്രിയുടെ വാദം. എന്നാൽ ചില സ്പോൺസർഷിപ്പുകളിൽ നൽകിയ അനുമതി സംശയകരമാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും തന്ത്രിയുടെ അനുമതി ആവശ്യമാണ്. ഈ ഘട്ടത്തിൽ തന്ത്രി പറയുന്നത് വിശ്വാസയോഗ്യമല്ല എന്നതാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്ന നിഗമനം. അതിനാവശ്യമായ തെളിവുകളും അവർക്ക് ലഭിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ദേവസ്വം വിജിലൻസ് ഒരു ഘട്ടത്തിൽ തന്ത്രിയെ വിശ്വാസത്തിൽ എടുത്താണ് മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ മറ്റ് ഉള്ളവരെ അറസ്റ്റ് രേഖപ്പെടുത്തി 11ഓളം അറസ്റ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, തെളിവുകൾ, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രിക്കുള്ള പങ്ക് വെളിവാവുകയും തന്ത്രിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നത്, തന്ത്രിയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നത്. തന്ത്രിക്ക് സ്വർണ്ണക്കൊള്ളയിൽ നേരിട്ട് പങ്കില്ലെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതാണ് ഒരു ഘട്ടത്തിൽ ഈ കേസ്. അവിടെ നിന്നാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കണ്ഠരര് രാജീവരെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. SITയുമായി ബന്ധപ്പെട്ട് പലവിധ സംശയങ്ങൾ ഉണർന്നിരുന്നു. SIT അന്വേഷണം വഴിമുട്ടുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ SIT നേരിട്ടിരുന്നു. കോടതിയിൽ നിന്ന് തന്നെ ചില പരാമർശങ്ങൾ SIT അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ഒടുവിലാണ് SIT ഇപ്പോൾ വളരെ സുപ്രധാനമായ ഒരു സ്റ്റെപ്പ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്നത്. ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ, ഏറ്റവും തലപ്പത്തുള്ള വ്യക്തി, ആ വ്യക്തിയെ തന്നെ അറസ്റ്റ് ചെയ്യുന്നു. സ്വാഭാവികമായും ഈ അറസ്റ്റ് എന്ന് പറയുന്നത് വലിയ ഞെട്ടൽ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസി സമൂഹത്തിനുൾപ്പെടെ ഉണ്ടാക്കുന്നതാണ്. തന്ത്രി അറസ്റ്റിലായിരിക്കുന്നു എന്നത് വിശ്വാസി സമൂഹത്തെ കൂടി ബാധിക്കുന്നതാണ്. അല്ലെങ്കിൽ അവരുടെ വിശ്വാസം, അവർക്ക് ഉള്ള വളരെ ദൈവികമായ തരത്തിലുള്ള ബന്ധമാണ് ഈ തന്ത്രിമാരുമായി മറ്റുമുണ്ടാകുന്നത്. ദൈവത്തിന്റെ പ്രതിനിധിയായി തന്നെയാണ് വിശ്വാസികൾ തന്ത്രിമാരെ കാണുന്നത്. അവർ ഈ തട്ടിപ്പിന് കൂട്ടുനിന്നു എന്ന വിവരം അവരെ സംബന്ധിച്ച് അങ്ങേയറ്റം ഞെട്ടലുളവാക്കുന്നതാണ്. എന്തായാലും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ് തന്ത്രി. ഈ തന്ത്രിയുടെ അറസ്റ്റ് സംഭവിക്കുമ്പോൾ ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജയകുമാറിനോട് ഇതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹം മറ്റൊരു വിഷയം പറയാനാണ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത്. അത് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടാണ്. സ്പോൺസർഷിപ്പ് ആയിരുന്നു അയ്യപ്പ സംഗമം നടത്താനുള്ള ചെലവ് കണ്ടെത്താൻ വേണ്ടി കണ്ടെത്തിയിരുന്ന മാർഗം. പക്ഷേ അതിൽ സ്പോൺസർഷിപ്പിൽ പ്രതീക്ഷിച്ച പണം കണ്ടെത്താനായിട്ടില്ല എന്നൊരു സാഹചര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ ബാധ്യത ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് താങ്ങാനാകുന്നതല്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അക്കാര്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിലാണ് തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ കെ ജയകുമാറിനോട് ഉണ്ടായത്. അദ്ദേഹം അതിൽ പ്രതികരിക്കാനില്ല എന്നതാണ് പറഞ്ഞത്. അവനവൻ അർഹതപ്പെട്ടതിനെക്കുറിച്ച് സംസാരിക്കാനേ പാടുള്ളൂ, പ്രതികരിച്ച് വിവാദമുണ്ടാക്കാൻ താനില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സീസണിൽ ശബരിമലയിലെ തന്ത്രി എന്തായാലും കണ്ഠരര് രാജീവരല്ല എന്നത് അദ്ദേഹം പറയുന്നു. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ താൻ ആളല്ല എന്നും ജയകുമാർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കേൾക്കാം. തന്ത്രി അദ്ദേഹമല്ല, പ്രാവശ്യം മറ്റൊരാളാണ് തന്ത്രി, മോഹനന്റെ മകൻ. വലിയവരാണെങ്കിലും സംരക്ഷിക്കപ്പെടില്ല അവനവൻ അർഹതപ്പെട്ട കാര്യങ്ങളേ പറയാൻ. ഈ ചോദ്യങ്ങൾക്കൊന്നും ഞാൻ ഉത്തരം പറയാൻ ഞാൻ ആളല്ല. എന്തെങ്കിലും പറഞ്ഞ് വിവാദം ഉണ്ടാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്വർണം പോയിട്ട് അവിടുന്ന് എന്ത് നഷ്ടപ്പെട്ടാലും അയ്യപ്പന്മാർക്ക് ദുഃഖം തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഇത്ര ആള് കൂടിയത്. എന്റെ വിഷമമുണ്ട്. അത് കൂടുതൽ ഈ അറസ്റ്റിനെ പറ്റി, കേസിനെ പറ്റി ഒന്നും പറയുന്നത് നിയമപരമായി സാധൂകരിക്കത്തക്കതല്ല കേട്ടോ. അപ്പോ പോറ്റിയുടെ ബന്ധം സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്നും ഇത്ര ശക്തമായ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. മുഖം നോക്കാതെയുള്ള നടപടി എന്ന് തന്നെ പറയാം. എന്തായാലും ചില നിർണായക വിവരങ്ങൾ, ഇത് പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതിന് പിന്നിൽ തന്ത്രി മാത്രവുമല്ല, അവിടെ എത്തിച്ച പോറ്റിക്ക് എല്ലാവിധത്തിലുമുള്ള സ്വാതന്ത്ര്യം അത് ലഭ്യമാക്കിയതും തന്ത്രിയുടെ പിന്തുണ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരു കാരണവശാലും പോറ്റിക്ക് ആ വിധത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ അനുവദിച്ച് കിട്ടുമായിരുന്നില്ല. മാത്രവുമല്ല, മറ്റാരെന്ത് തീരുമാനമെടുത്താലും എല്ലാത്തിനും തന്ത്രിയുടെ അനുമതി അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ തന്ത്രി അറിയാതെ അവിടെ ഒന്നും നടക്കില്ല. ബാംഗ്ലൂർ ബന്ധം, മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഈ പൂജയുമായി ബന്ധപ്പെട്ടൊക്കെ പോയതും വന്നതുമായിട്ടുള്ള ബന്ധം, അങ്ങനെ നിരവധി ബന്ധങ്ങളുടെ തെളിവുകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ എന്നതുകൂടി അറിയണം. എന്തായാലും റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വരുമ്പോൾ മാത്രമായിരിക്കും എന്തൊക്കെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം, ഏതൊക്കെ വിധത്തിലുള്ള വഴിവിട്ട സഹായങ്ങൾ പോറ്റിക്ക് തന്ത്രിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാകൂ, സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വരണം. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ വളരെ നിർണായകമാണ്.
ഒപ്പം വൈദ്യപരിശോധന ഉൾപ്പെടെ നടത്തണം. കൊല്ലത്തെ കോടതിയിലേക്കായിരിക്കും കൊണ്ടുപോവുക. സ്വാഭാവികമായും അതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. അത്തരം വാർത്തകൾ വരുമ്പോൾ നമുക്ക് അതിലേക്ക് തിരിച്ചെത്താം. ഇന്ന് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മറ്റൊരു നിർണായക നീക്കമുണ്ടായത് ഇഡിയുടെ ഭാഗത്തു നിന്നാണ്. ഇഡി ഇതിൽ കേസെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. സ്വർണ്ണക്കൊള്ളക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് രജിസ്റ്റർ ചെയ്തു. കള്ളപ്പണം തടയൽ നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇഡി ജോയിന്റ് ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതലയുള്ളത്. ഒറ്റ കേസായിട്ടായിരിക്കും അന്വേഷണം നടത്തുക. ക്രൈംബ്രാഞ്ച് എഫ്ഐആറിലുള്ള മുഴുവൻ പേരെയും പ്രതികളാക്കിക്കൊണ്ടാണ് ഇഡി അന്വേഷണം നടത്തുക. കള്ളപ്പണ നിരോധന നിയമപ്രകാരം കൊച്ചി യൂണിറ്റാണ് കേസെടുത്തത്. ക്രിമിനൽ കേസുകൾ അന്വേഷിക്കാൻ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് സമാനമായ നടപടിയാണിത്. ഇഡി കേസെടുത്തതോടെ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, ബെള്ളാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവർ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ ആദ്യഘട്ടത്തിൽ പരിശോധിക്കാനാണ് ഇഡിയുടെ നീക്കം എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇഡി കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിമുറുക്കുന്ന സാഹചര്യമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള 2 നീക്കങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ശബരിമല സ്വർണ്ണക്കൊള്ള വലിയൊരു രാഷ്ട്രീയ വിഷയം കൂടിയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച ഘടകങ്ങളിലൊന്ന് ഈ സ്വർണ്ണക്കൊള്ളയാണ് എന്നത് നമുക്ക് നിസ്സംശയം തന്നെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് നമ്മൾ ഒരു നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വിഷയങ്ങൾ വീണ്ടും സജീവമായി ഉയർന്നു കേൾക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. ആ അന്വേഷണം കൃത്യമായ ദിശയിൽ പോകുന്നു എന്നതിന്റെ സൂചനകളാണ് വരുന്നത്. ശബരിമലയിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ആരൊക്കെയാണ് അതിന് പിന്നിലുള്ള ഉത്തരവാദികൾ, എത്ര സ്വർണം എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നത് കൃത്യമായി വെളിച്ചത്ത് വരേണ്ടുന്ന സാഹചര്യമുണ്ട്. എന്തായാലും രാഷ്ട്രീയ വിഷയമായി കൂടി ഇത് മാറും. തന്ത്രി ഉൾപ്പെടെയുള്ളവർ വരുമ്പോൾ പുതിയ രാഷ്ട്രീയ മാനങ്ങൾ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണ്. ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമാണ്. റിമാൻഡ് റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു എന്നത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ദൈവതുല്യൻ തന്ത്രിയാണോ, ഇതിൽ നിൽക്കുമോ, അതോ ഇതിനുമപ്പുറം ഏതെങ്കിലും വലിയ വൻ തോക്കുകൾ ഇതിന് പിന്നിലുണ്ടോ എന്നതും അറിയേണ്ടിയിരിക്കുന്നു. നമുക്ക് കാത്തിരിക്കാം അടുത്ത ഫോക്കസിലേക്ക്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.